ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലോ ബേഡ്സിലെ മെയിൽ ഫീമെയിൽ എങ്ങനെ സെലക്ട് ചെയ്യാം, കണ്ടെത്താം, അതുപോലെ ചിക്കാണോ അല്ലേ എന്നെങ്ങനെ കണ്ടെത്താം എന്ന് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ലോ ബേഡ്സിൻ്റെ വീഡിയോ, അതിൻ്റെ തുടരായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ പോയി കാണാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി വന്നപ്പോൾ ഉള്ള ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം നമ്മൾ ലോ ബേഡ്സിന് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ തുളസിയുടെ ഇല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ് അവർക്കുള്ളത്. അപ്പോൾ അത് നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ കയ്യുടെ അടുത്ത് വന്ന് അവർ വാങ്ങി തന്നു. ഇത് നമ്മുടെ കയ്യിലുള്ളൊരു സെറ്റാണ്. മൊത്തം നമ്മുടെ കയ്യിൽ 3 സെറ്റ് ഉണ്ട്. അതിലൊരു സെറ്റാണ് ഈ ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ളത്. പിന്നെ ഒരു 2 വൈറ്റ് സെറ്റ് ഉണ്ട്. പിന്നെ ഗ്രീനും എന്തായാലും കളറൊന്നും എനിക്കറിയില്ല. രണ്ടായാലും ഒന്ന് ഇളം പച്ചി ഒന്ന് കടും പച്ചി കളറുള്ളതായ 2 ലവ് ബേഡ്സുകളും കൂടി ഉണ്ട്. അങ്ങനെ മൊത്തം 3 സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ 2 സെറ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബ്ലൂവും ഗ്രീനും കൂടി ഉള്ളതാണ് നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് എഗ്ഗ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും ഇതിൽ ഏകദേശം ഒരു 5-6 മുട്ട ഈ ലവ് ബേഡ്സ് നമുക്ക് ഇട്ടിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 5-6 മുട്ട ഉണ്ട്, 5 മുട്ട എന്തായാലും ഉണ്ടായില്ല. ഇവരാണ് നമ്മൾ സെറ്റ്. ഇതിൽ മെയില് നീലയും വെള്ളയും കൂടി ഉള്ളതായ ഈ ഇതാണ് മെയില്. അതിപ്പോൾ ഇല തിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇഷ്ടമാണ് ഇല കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി ലോ ബേഡ്സിലെ മെയിൽ ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയാം, അതിൽ കുഞ്ഞാണോ അഡൾട്ടാണോ എന്നെങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ലോ ബേഡ്സിൽ 2 മെയിലുകൾക്ക് 2 തരം കളറുകളുണ്ടാവും മൂക്കിന്. അത് മൂക്ക് നോക്കിയിട്ടാണ് ഇവരെ തിരിച്ചറിയുക. മൂക്ക് വെള്ള ഉണ്ടാവും, വയലറ്റ് ഉണ്ടാകും, പിന്നെ നീല കളറുണ്ടാവും. ഈ വെള്ള കളറുള്ളതാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു ഫീമെയിലാണ്. അപ്പോൾ ഇതിനെ നോക്കിയാൽ മനസ്സിലാവും വൈറ്റ് കളറാണ്. അപ്പോൾ ഇത് ഇനി കുട്ടിയാണോ അഡൾട്ടാണോ എന്നൊക്കെ, കുട്ടിയാണോ അല്ലേ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ പറയാനുള്ളത്. ഇതിൻ്റെ കണ്ണ് നോക്കിയാൽ അറിയുന്നില്ല റൗണ്ട് കയറി വന്നിട്ടുള്ളത്. റൗണ്ട് കയറി വന്നത് അഡൾട്ടായിട്ടുണ്ടാവും, കുട്ടിയാവില്ല. അല്ലെങ്കിൽ കുട്ടിയായിരിക്കും, ഫുൾ ബ്ലാക്ക് കളറാണെങ്കിൽ കുട്ടിയായിരിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു നീല കളറാണ് ഇതിൻ്റെ മൂക്ക്. അപ്പോൾ ഇത് മെയിലുമാണ്, അഡൾട്ടായ ഒരു മെയിലുമാണ് ഇത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് കാണിക്കാനുള്ള ഒരു വൈറ്റ് കളറുള്ളതാണ്. ഏകദേശം എല്ലാ വൈറ്റ് കളറുള്ളതിനും മൂക്ക് ഇതുപോലെ നീല കളർ, വയലറ്റ് കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വയലറ്റ് കളറുള്ള അഡൾട്ടായ ഒരു മെയിലും കൂടിയാണ് ഇത്. നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും അഡൾട്ടാണ്. അതിൻ്റെ കണ്ണ് നോക്കിയാണ്ട് നമ്മൾ മനസ്സിലാക്കാം. ഈ സെറ്റ് എഗ്ഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൂട്ടിൽ. ഇതേപോലെ തന്നെ ഒരു വൈറ്റ് കളർ തന്നെയാണ് നമ്മളെ ഫീമെയിലിനുള്ളത്. അപ്പോൾ അവരുടെ എഗ്ഗാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തുളസി എടുത്തു, അതിൻ്റെ വിത്തുകളെല്ലാം നമ്മൾ കൊണ്ടുപോയി മണ്ണിൽ വിതറുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഞങ്ങൾ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇതിന്